ഹായ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഈസി എഗ് റോസ്റ്റാണ്. ഒരു എളുപ്പം നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. സ്റ്റൗ കത്തിച്ചു, ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇത്തിരി കുഴിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം. നിരന്ന പാത്രം എടുക്കാതെ ഇത്തിരി കുഴിയുള്ള പാത്രം, ഇത്തിരി എണ്ണ, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത്തിരി കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്, അതൊരു 2 സ്പൂൺ മതി. ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളി, അത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി ഏറെ എടുക്കാം, ഇച്ചിരി കൂടിയൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് നമ്മൾ ഇങ്ങനെ മൂപ്പിക്കുകയാണ്. ഒത്തിരി അങ്ങ് മൂക്കണ്ട. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒത്തിരി മൂക്കാൻ നിൽക്കേണ്ട. അതിന് മുമ്പായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചതും കൂടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം ഇതിടാൻ. എന്നിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇടണം. ഇങ്ങനെ അങ്ങിട്ട് കൊടുക്കണം. അപ്പോൾ മുട്ടയും റോസ്റ്റ് ആകും, അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ അങ്ങ് ഒരുമിച്ച് മൂത്തോളും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളത് മൂക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഇത്തിരി മഞ്ഞൾ പൊടി അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് മതി, ഈ മുട്ടയുടെ ആ കളറൊന്ന് മാറാനും മാത്രം. ഒരിത്തിരി മഞ്ഞൾ പൊടി തൂവി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഇങ്ങനെ കൊണ്ട് തൂവി കൊടുക്കണം. ഇങ്ങനെ തൂവണം, അതായത് ഒരുമിച്ചെടുത്ത് അങ്ങ് ഇടാതെ ഇങ്ങനെ അങ്ങോട്ട് തൂവി കൊടുക്കണം ആവശ്യം. എന്നിട്ട് മുട്ടയ്ക്കൊരു പ്രശ്നമുണ്ട്, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് നിൽക്കണം. ഒത്തിരി ഫുൾ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, ചെറിയ ഫ്ലെയിമിലേ ഇടാവൂ. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി എന്ന് പറഞ്ഞാൽ മുട്ട പൊടിയരുത്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ പൊടിയത്തൊന്നുമില്ല. അപ്പോൾ ഈ മുട്ട മൂക്കുന്നതോടൊപ്പം തന്നെ, മുട്ടയുടെ കളർ ചേഞ്ച് ആവുന്നതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങ് ഫ്രൈ ആയിക്കോളും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത് കൊണ്ട് നമുക്ക് ഡൈജഷനും അതുപോലെയൊക്കെ എളുപ്പം നടക്കും. അതറിയാമല്ലോ എല്ലാവർക്കും. പിന്നെ പച്ചയ്ക്ക് മുട്ട പുഴുങ്ങി നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഒരു ടേസ്റ്റ് വ്യത്യാസവും കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. മുട്ട പുഴുങ്ങി വെച്ചാൽ ആർക്കും, ബാച്ചിലേഴ്സിനും അതുപോലെ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, അങ്ങനെ എന്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. മുട്ടയുടെ കളർ ചേഞ്ചായി വരുന്നത് കണ്ടോ? ഈ വെള്ള കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട്, വെള്ളയുടെ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇങ്ങനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇങ്ങനെ അത് ഒരു കുറച്ച് സമയം ഇങ്ങനെ എണ്ണയിൽ കിടക്കും. അപ്പം പൊട്ടിത്തെറിക്കാതെ ശ്രദ്ധിച്ചോണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, പൊട്ടിത്തെറിക്കരുത്. ഇപ്പോൾ മുട്ടയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്തു. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മുട്ടയുടെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളയൊക്കെ ഒന്ന് ഒരുമാതിരി ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത്രമേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അങ്ങ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒറ്റ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്താൽ മതി, കുരുമുളക് പൊടി. അത് ഇതിങ്ങനെ തൂവണം, ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. നമ്മുടെ ആവശ്യത്തിനാണ്. ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടുതലിടാം, ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിടാം. ഇത്രയും അങ്ങോട്ട് തൂവി കൊടുക്കുന്നു. ഇത് മാത്രമേ ഉള്ളൂ. സ്റ്റൗ ഓഫ് ചെയ്തു. ഇത്രയുമേ ഉള്ളൂ പണി. ഇതാണ് നമ്മുടെ ഈസി എഗ്ഗ് റോസ്റ്റ്. ഇത് എളുപ്പമാണ്, ചെയ്തെടുക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, ദോശയുടെ കൂടെയും കഴിക്കാം, എന്തിൻ്റെ കൂടെയും കഴിക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇന്ന് ഗീ റോസ്റ്റാണ്. ഗീ റോസ്റ്റ് നമ്മൾ സാധാരണ പച്ചരി, ഉഴുന്ന്, ഒരു നുള്ള് ഉലുവ, ഇത്രയും കൂടെ കുതിർത്ത് നമ്മൾ അരച്ചതാണ്. അതിൻ്റെ കൂടെ ഒരു പിടി ചോറും അരച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വെച്ച് നമ്മൾ ഈ പേപ്പർ ദോശ പോലെ ഗീ റോസ്റ്റ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രൈ പാൻ വെച്ചു. ചൂടാകുമ്പോൾ നമ്മൾ സാധാരണ ദോശ ഇടുന്നത് പോലെ തന്നെ ഒഴിക്കുന്നു. ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ടങ്ങ് പരത്തുന്നു. നന്നായി പരത്തി കഴിയുമ്പോൾ ഇത്തിരി വലിപ്പത്തിൽ തന്നെ കിട്ടും. ഇനി അതിങ്ങനെ ബബിളൊക്കെ ആയി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത്തിരി ഈ പരുവാകുമ്പോൾ നമുക്ക് ഗീ ഇങ്ങനെ ഒത്തിരി ഒന്നും വേണ്ട, ഒരു കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് തൂവി കൊടുക്കണം. ഗീ ഒഴിച്ച് കഴിയുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും.
ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടം പോലെ വലിപ്പം. എന്നിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കറിയാം ഇതേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെയാണ് ഉണ്ടായത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.